എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ചോദിച്ച ഈ ഒറ്റ ചോദ്യത്തിൽ ഗാർഗയുടെ വസതി ഒന്ന് വിറച്ചു. കേരളം ഒന്നടങ്കം TV സ്ക്രീനുകൾക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചെടുക്കുകയായിരുന്നു. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? KPCC ആസ്ഥാനത്ത് ഒരു മൊട്ടുസൂചി വീണാൽ പോലും കേൾക്കാവുന്ന അത്രയും ഭീകരമായ നിശബ്ദത. ദീപാദാസ് മുൻഷി ഉടൻ ആ പേര് പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്ന കാത്തിരിപ്പിനൊടുവിൽ വന്ന മറുപടി ഇതായിരുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അപ്രതീക്ഷിതമായ ആ മറുപടിയിൽ കേരളം അമ്പരന്നു. പക്ഷേ ഡൽഹിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിലെ തെരുവുകളിൽ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി അണികൾ തെരുവിൽ ഫ്ലെക്സ് യുദ്ധം തുടങ്ങിയിരുന്നു. പടം നയിച്ചവനെന്നും പടം നയിക്കാത്തവനും എന്നുമുള്ള വിളിപ്പേരുകളുമായി പ്രവർത്തകർ ചേരിതിരിഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ സീനാകെ മാറി. സകല തെരുവ് യുദ്ധങ്ങളും അവസാനിപ്പിച്ചതിന് ശേഷം മതി മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്ന് രാഹുൽ കട്ടായം പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ നഗരങ്ങളിൽ നിറഞ്ഞ ആ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഓരോന്നായി അപ്രത്യക്ഷമാകാൻ തുടങ്ങി. തീർച്ചയായും ഇതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയായിരുന്നു. 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ അടിപിടി വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു. 3 നേതാക്കളെയും VD സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അദ്ദേഹം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് സംസാരിച്ചു. പക്വതയില്ലാത്ത നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന കർശന നിർദ്ദേശം നൽകി അദ്ദേഹം മടങ്ങിയതോടെയാണ് 3 നേതാക്കളും ഒരേ സ്വരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 3 മണിക്കൂർ നീണ്ട ആ ചർച്ചയ്ക്കൊടുവിൽ കണ്ടത് യുദ്ധം അവസാനിക്കുന്ന കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഇനി സോണിയാഗാന്ധിയുടെ അഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണ്. ഡൽഹിയിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടന്നിട്ടും ഒരു പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. സോണിയാഗാന്ധി നിലവിൽ ഡൽഹിയിലെ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. അതിനാൽ അവരുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമേ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുള്ളൂ. കോൺഗ്രസിനുള്ളിലെ ചർച്ചകൾക്ക് പുറമെ UDF-ലെ ഘടകകക്ഷികളുടെ വികാരവും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. ഘടകകക്ഷികളുമായി സംസാരിക്കാതെ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഇനിയും സമയമുള്ളതിനാൽ തിരക്കിട്ട ഒരു പ്രഖ്യാപനത്തിന് ഹൈക്കമാൻഡ് തയ്യാറല്ല. സോണിയാഗാന്ധിയുടെ വാക്ക് വരുന്നതോടെ കേരളത്തിന്റെ പുതിയ നായകൻ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വരും. അതുവരെ കേരളം കാത്തിരിക്കണം. വിജയത്തിന്റെ ആവേശം തല്ലിക്കെടുത്താതെ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിന്റെയും തീരുമാനം. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് അഴിച്ചുമാറ്റപ്പെട്ട ആ ഫ്ലെക്സ് വീഡിയോ ഒന്ന് കാണാം. ഇവിടെ എന്നാ പറയണേ? വണ്ടി റോഡിൽ ശ്രദ്ധിച്ചാണ്. വണ്ടി ഇല്ലല്ലോ. Beep.